ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ഇന്നത്തെ കഥയാണ് ആര് പറഞ്ഞു മ്യാവ്. മ്യാവ് എന്ന ശബ്ദം ആരാ ഉണ്ടാക്കുന്നേ? നമുക്ക് നോക്കാം. ഒരു വീട്ടിൽ ഒരു ചെറിയ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ സോഫയുടെ അടുത്ത് ഒരു പായയിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവൾ ഒരു മ്യാവ് എന്ന ശബ്ദം കേട്ടു. ഉറക്കത്തിലായതുകൊണ്ട് സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വിചാരിച്ചു. അവൾ ചുറ്റും നോക്കി, വീണ്ടും കിടന്നുറങ്ങി. വീണ്ടും കേട്ടു മ്യാവ് എന്ന ശബ്ദം. ചാടി എഴുന്നേറ്റ് അവൾ വീട്ടു ചുറ്റും നടന്നു നോക്കി. കട്ടിലിനടിയിൽ നോക്കി, മേശയുടെ അടിയിൽ നോക്കി, അവിടെയൊന്നും കണ്ടില്ല. കാരണം അവൾ നോക്കുന്ന സ്ഥലത്ത് നിന്ന് പൂച്ച അപ്പോഴേക്കും ഓടിപ്പോയിരുന്നു. പിന്നെ അവൾ ജനലിൻ്റെ അടിയിൽ അടുത്തിരുന്നപ്പോൾ വീണ്ടും കേട്ടു മ്യാവ് എന്ന ശബ്ദം. നോക്കിയപ്പോൾ അതാ ഒരു പൂവൻ കോഴി നടക്കുന്നു. മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. പൂവൻ കോഴിയോട് ചോദിക്കാമെന്ന് വിചാരിച്ച് പൂവൻ കോഴിയോട് ചോദിച്ചു, നീയാണോ മ്യാവ് എന്ന ശബ്ദം ഉണ്ടാക്കിയത്? പൂവൻ കോഴി പറഞ്ഞു, കക്കരക്കോക്കോ, എനിക്ക് ഇങ്ങനെ മാത്രമേ ശബ്ദമുണ്ടാക്കാൻ അറിയൂ. പൂവൻ കോഴി പറഞ്ഞു, ആണോ? അപ്പോൾ നീ അല്ല അല്ലേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നടന്നപ്പോൾ വീണ്ടും കേട്ടു മ്യാവ് എന്ന ശബ്ദം. അപ്പോൾ അവൻ അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ദേ ഒരു ചുണ്ടലിയോട് ചോദിച്ചു, നീയാണോ മ്യാവ് എന്ന ശബ്ദം ഉണ്ടാക്കിയത്? ചുണ്ടലി ആ ശബ്ദം കേട്ടപ്പോഴേ പേടിച്ചുപോയി. പീ പീ, ഞാനല്ല, അങ്ങനെ ശബ്ദം കേട്ടെങ്കിൽ ഞാൻ പോവുകയാണ്. ചുണ്ടലി ഓടിപ്പോയി. വീണ്ടും നായ്ക്കുട്ടി നടന്നു. ദാ അവിടെ ഒരു വലിയ പട്ടിക്കൂട്. അവിടെ വലിയൊരു പട്ടിയാണുള്ളത്. പേടിച്ചാണെങ്കിലും അവൻ അവിടെ ചെന്ന് നോക്കി. അപ്പോൾ ആ വലിയ കൂറ്റൻ നായ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താണ് നീ എൻ്റെ കൂട്ടിന് ചുറ്റും നടന്ന് നോക്കുന്നത്? വേഗം ഓടിക്കോണം. ഗർ. ആ കൂറ്റൻ നായ ശബ്ദമുണ്ടാക്കി. നായക്കുട്ടി പേടിച്ച് തോട്ടത്തിലൊളിച്ചു. അപ്പോൾ വീണ്ടും കേട്ടു മ്യാവ് എന്നൊരു ശബ്ദം. നോക്കിയപ്പോൾ അതാ ഒരു തേനീച്ച. നീയാണോ ഗർ എന്ന് ശബ്ദമുണ്ടാക്കിയത്? തേനീച്ച മൂക്കിന് തുമ്പിൽ ഒരൊറ്റ കുത്തു കൊടുത്തു. വേദന സഹിക്കാനാവാതെ അവൾ ഓടിക്കുളത്തിൽ ചാടി. അവിടുന്നും കേട്ടു മ്യാവ് എന്ന ശബ്ദം. നോക്കിയപ്പോൾ ഒരു മീനായിരിക്കുമോ എന്ന് ചിന്തിച്ചപ്പോഴേക്കും മീൻ നീന്തി ഓടിപ്പോയി. അപ്പോൾ വീണ്ടും കേട്ടു മ്യാവ് എന്ന ശബ്ദം. അവൾ വീണ്ടും ചുറ്റും നോക്കി. ദേ ഒരു തവള. നീയാണോ മ്യാവ് എന്ന ശബ്ദമുണ്ടാക്കിയത്? തവള പോക്രോം പോക്രോം എന്ന് ശബ്ദമുണ്ടാക്കി. എനിക്കതല്ലേ അറിയൂ, നായ കളിയാക്കി. അപ്പോൾ ദേ നാണിച്ച് തല താത്തിയ നായ്ക്കുട്ടി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ നടന്ന് കിടക്കാമെന്ന് വിചാരിച്ച് പായയിലേക്ക് കിടന്നപ്പോൾ ദേ വീണ്ടും മ്യാവ് എന്ന ശബ്ദം. അവൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു പൂച്ച. അതാണ് മ്യാവ് എന്ന ശബ്ദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ എല്ലായിടത്തും കിടന്ന് നോക്കി. ഇവിടെ പൂച്ചയായിരുന്നു. പൂച്ചയാണ് മ്യാവ് എന്ന ശബ്ദമുണ്ടാക്കിയത്.